സോ ഗൈസ് നമ്മൾ മറ്റേ സെറ്റിൽമെൻറ്റിൽ നിന്ന് ഇറങ്ങി. അവിടെ സിമിത്തേരിയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഇതൊന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ വന്നേക്കുന്നത് ആലുവ മണപ്പുറം. ഇവിടെ വരാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റേ ബോഡിയൊക്കെ ഒഴുകി തീർത്ഥത്തിൽ അടിഞ്ഞിട്ടുള്ളത്, ഈ തീർത്ഥടിഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈകിട്ടൊക്കെ വന്നിട്ട് കുറേ പേര് ഫോട്ടോഷൂട്ടും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇരുട്ടിൻ്റെ സമയത്ത് ഇവിടെ എന്താണ്, ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിപ്പോൾ കുറച്ചധികം നടന്ന് ഇവിടെ കിടന്ന് ഉണ്ടല്ലോ, പോയി നോക്കണോ? കുളിക്കട ഇതെന്തത് വണ്ടിയുടെ കീ നോക്കിയിട്ടേക്കണ. പെരിയാർ ആണ്, പെരിയാർ തീരം. ആക്ച്വലി ഗൈസ് ഞാൻ അവിടെ നിന്ന് ഓടിയത് അവിടെ മണ്ണൽ വരണ്ടായിരുന്നു. സാറിന് മണ്ണലൊന്നും വരാൻ പാടില്ല. കണ്ടപ്പോൾ മച്ചാൻ നൈസായിട്ടൊന്ന് പേടിപ്പിച്ച് എന്തൊരു സൗണ്ട് ഉണ്ടാക്കി. അവർ പെട്ടെന്ന് ചാടിയ വഞ്ചി കയറി. അതേപോലെ തന്നെ എല്ലാവരും ചട്ടപ്പട്ടയെന്ന് ഫാസ്റ്റ് ന്യൂസിലെല്ലാം മുങ്ങിക്കളഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഓടി. ആ ഓട്ടോ വരുന്നു. ഇവിടെ പ്രതീക്ഷയിൽ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. പക്ഷേ എന്തോ സൗണ്ട് കേട്ട് പോയി നോക്കിയത് വഞ്ചിക്കാരി മണലെടുക്കുന്നതായിരുന്നു. ഞാൻ എപ്പോഴും വരുമ്പോൾ കയറാൻ ആഗ്രഹിച്ച സ്ഥലം ഈ ബിൽഡിംഗ്. നമ്മളിപ്പം അലൻ മാത്രമേ ഉള്ളൂ. അവിടെ രണ്ട് മച്ചന്മാർക്ക് ഉറക്കവും ഉണ്ടായി. പിന്നെ അവർക്ക് നാളെ രാവിലെ പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് അവർ രണ്ടുപേരും പോയി. ആലപ്പൂൻ്റെ സ്മെല്ലിട്ടുണ്ട് ഇവിടെ. ഇതും അതേപോലത്തെ വേറൊരു ബിൽഡിങ്ങാണ്.